അമ്മു. വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ ആള് അവളെ കണ്ടതും ലക്ഷ്മി അവളെ കെട്ടിപ്പിടിച്ചു. ലച്ചൂസ്, എന്നെ കാണാൻ വരുന്നത് നീയായിരുന്നോ? നിനക്കൊരു മാറ്റവും വന്നിട്ടില്ല. പട്ടുപാവാടയിൽ നിന്ന് സാരിയായി, അത്ര തന്നെ. പിന്നെ നിന്റെ മുടി പിന്നെയും വളർന്നു. കത്രിക എടുക്കണോ? ആരാണ് അബി കുട്ടി? പുറകിൽ നിന്ന് സഞ്ജുവിൻ്റെ ചോദ്യം കേട്ട് അബി പറഞ്ഞു. ഇതാണ് സഞ്ജു, രാഹുലിൻ്റെ പെങ്ങൾ, ഇപ്പം എൻ്റെയും. അത്ഭുതത്തിൽ സഞ്ജു അവനെ നോക്കി. ഇന്ന നീ വെട്ടിക്കോ എൻ്റെ മുടി. പിന്നിയിട്ട നല്ല നീളം മുടി മുന്നിലേക്കിട്ട് ലക്ഷ്മി പറഞ്ഞു. എനിക്കറിയാം ഞാൻ വെട്ടില്ല എന്നുള്ളത് കൊണ്ടല്ലേ നീ ഇങ്ങനെ ഇടുന്നത്. ഒരു ദിവസം ഞാൻ ഉറപ്പായും വെട്ടും. നിനക്ക് വെട്ടാൻ ഞാൻ നിന്നു തരും. പെട്ടെന്ന് ആ കുട്ടിയുടെ കണ്ണുകൾ അവളുടെ താലിയിലും നെറ്റിയിലെ സിന്ദൂരത്തിലും മുടക്കി. എന്താമോ ഇങ്ങനെ നോക്കുന്നത്? നിന്റെ സഹോദരനെ പോലെ ഇതൊന്നും എനിക്ക് വേണ്ട എന്ന നീയും ആഗ്രഹിച്ചത്? ലക്ഷ്മി പറഞ്ഞത് മനസ്സിലാവാതെ ആ കുട്ടി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ലച്ചു, നീ എന്താ എന്നോട് അങ്ങനെ ചോദിച്ചത്? നിന്റെ ചെറിയമ്മയുടെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ടു എന്നുള്ളതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അമ്മു, നീ കരുതുന്നു ഇതെല്ലാം ഞാൻ കാരണമാണെന്ന്? നിനക്ക് എന്താ പെണ്ണെ, അതൊക്കെ എൻ്റെ മാത്രം വിധിയാണ്. ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യത്തിൽ സങ്കടമുണ്ട്. ഒരു തവണ പോലും നീ എന്നെ ഒന്ന് കാണാൻ വന്നോ? കാണാൻ നീ എവിടെയെന്ന് ഞാൻ എങ്ങനെയാണ് അറിയുക? അവിടെ എല്ലാവരും അറിഞ്ഞത് നിന്നെ അമ്മയുടെ അനിയത്തി കൊണ്ടുപോയി എന്നാണ്. നീ ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ജനിച്ച നാട്ടിലേക്കൊരു തിരിച്ചു പോക്കില്ല എന്ന്. 7 വർഷം ജീവിതത്തിൽ പുതിയ പാഠങ്ങളായിരുന്നു. അമ്മു, നീ ഒത്തിരി മാറിപ്പോയി. അതെ, ഒത്തിരി ഞാൻ നിന്നോട് ഇടയ്ക്ക് പറഞ്ഞിരുന്നില്ലേ, നിന്റെ മനസ്സിലെ പകുതി ധൈര്യം എനിക്കില്ല എന്ന്. ഇപ്പം നിന്നേക്കാൾ 100 ഇരട്ടിയാണ്. ആ നിർഭാഗ്യവാനെ ഒന്ന് കാണിച്ചു തരുമോ? ആരെ? നിന്നെ കെട്ടിയവനെ. പാവം, ഒരു അവാർഡ് കൊടുക്കണം. രൂപം കൊണ്ട് ലക്ഷ്മിയും ദേഷ്യം വന്ന കാളിയുമാവുന്ന ഈ മുതലിനെ സഹിക്കുന്നതിൽ ഇപ്പോഴും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേത് അടിയാണോ? പാവം, അത് എൻ്റെ വിധി. അത്ര പാവമൊന്നും അല്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ദേ പുറകിൽ നിൽക്കുന്നു. ഇത് 2 പേരില്ലേ? ഇവരിൽ ആരാ എന്ന് ഞാൻ എങ്ങനെ അറിയുക? റെഡ് ഷർട്ട് ഇട്ട ആളാണോ? സഞ്ജുവിനെ നോക്കി അമ്മ ചോദിച്ചു. അയ്യോ അല്ല അബിയേട്ടാ, ഇദ്ദേഹമാണ് നീ പറഞ്ഞ നിർഭാഗ്യവാൻ. ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്ന അബിയെ കണ്ട് ലക്ഷ്മി പറഞ്ഞു. അഭിറാം എന്ന പേര്. ജോലി നീ പറയേണ്ട, ഡോക്ടറാണ് ഈ ഹോസ്പിറ്റലിലെ, എനിക്കറിയാം. ഡോക്ടറോ? അബിയേട്ടനോ? നിനക്ക് ആളുമാറിയതാണ്. എൻ്റെ ലച്ചു, ഒരു മുഖം കണ്ട 10 മിനിറ്റ് കഴിഞ്ഞാൽ മറന്നു പോകുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് വട്ടില്ലടി. നിൻ്റെ ഈ അബിയേട്ടനെ ഞാൻ ഈ ഹോസ്പിറ്റൽ വന്ന അന്ന് തൊട്ട് കാണുന്നുണ്ട്. ഒറ്റയ്ക്കല്ല എന്നേ ഉള്ളൂ. ചിലപ്പോൾ സക്രിയ ഡോക്ടറാവും കൂടെ, ചിലപ്പോൾ ദിവസം അലീന ഡോക്ടറാവും. പിന്നെ നിൻ്റെ കെട്ടിയവനൊരു കൃത്യനിഷ്ഠയില്ല. ചിലപ്പോൾ രാവിലെ വരും, ചിലപ്പോൾ ഉച്ചയ്ക്കല്ലേ വൈകിട്ട്. നിറഞ്ഞ കണ്ണുകളുമായി ലക്ഷ്മി അബിയെ നോക്കി. ഡോക്ടറല്ല, അബിയേട്ടൻ ബിസിനസ്സാണ്. ആണോ? അവരുടെ ഒപ്പം വന്നപ്പോൾ ഞാൻ കരുതി. അതുപോട്ടെ ലച്ചൂസേ, നീ അപ്പൂനെ കാണാറില്ലേ? രാഹുലിനെ ഞാൻ. എന്തു പറയണമെന്നറിയാതെ ലക്ഷ്മി അബിയുടെ മുഖത്ത് നോക്കി. അബി ഒന്നും പറയണ്ട എന്ന് തലയനക്ക് കാണിച്ചു. ഞാൻ അവന് വീട്ടിൽ പോയപ്പോൾ ഒന്ന് കണ്ടു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അവൻ നിന്നെ കാണാൻ വരാറില്ല. വരുമായിരുന്നു, ഇങ്ങോട്ട് വന്നേ പിന്നെ വന്നിട്ടില്ല. അവൻ വന്നിട്ട് എന്തു പ്രയോജനമാണുള്ളത്? ഒന്നെങ്കിൽ കുറേ കരയും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ആരെയും പറ്റി ഒന്നും പറയില്ല. എന്തിന്? രോഹിണിയുടെ കാര്യം പോലും പറയില്ല. ഒത്തിരി മാറിപ്പോയവൻ. നീ പറഞ്ഞത് ശരിയാ, അവൻ ഒത്തിരി മാറിപ്പോയി. 2 തല്ല് കൊള്ളാനുള്ള സമയം കഴിഞ്ഞു. നീ എന്തായി പറയുന്നത്? അത് വിടമോ, നീ നിന്റെ കാര്യങ്ങൾ പറ. എനിക്കെന്ത്? ഹോസ്പിറ്റലിൻ്റെ 4 ചുവരിനുള്ളിൽ ഇങ്ങനെ ജീവിക്കുന്നു. പിന്നെ ഓർമ്മകൾ സത്യം പറഞ്ഞ ഒന്നും ഓർക്കാറില്ല. കാരണം അത് ചെന്ന് നിൽക്കുക ആ 15 വയസ്സുകാരിയിലാണ്. അത് പറ, നിനക്കെന്ത് വിശേഷം? മോനാണോ മോളാണോ? മോനുമല്ല മോളുമല്ല. ആദ്യം കല്യാണം കഴിഞ്ഞൊരു മാസമാകട്ടെ. അന്നമ്മോ എന്താ ശരിക്കും സംഭവിച്ചത്? അത് കഴിഞ്ഞില്ലേ? എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമല്ല. വീണ്ടും നീ എന്നെ ഓർമ്മിപ്പിക്കാനാണ് വന്നത്. എങ്കിലും എനിക്കറിയണോ അമ്മു, ആരെയും ഒന്നും ബോധിപ്പിക്കാനല്ല, എൻ്റെ മനസ്സാക്ഷിയെ ബോധിപ്പിക്കാൻ. ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന്. നിനക്കറിയാമോ, ഈ 8 വർഷക്കാലം നീ ആ ശരീരം കൊണ്ട് അനുഭവിച്ചത് ഞാൻ മനസ്സുകൊണ്ട് അനുഭവിച്ചു. ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒപ്പം ഉണ്ടായിരുന്ന കാലത്ത് എന്നെ നന്നായി മനസ്സിലാക്കിയ ഒരാളാണ് നീ. എന്നെ ഒത്തിരി സ്നേഹിച്ചു എന്നുള്ളതാണ് നീ നിൻ്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റ്. ഇപ്പം ആ തെറ്റ് ചെയ്യുന്നത് ഈ മനുഷ്യനാണ്.
ദേ മുന്നിൽ നിൽക്കുന്നു. പറ്റുമെങ്കിൽ നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എന്നെ സ്നേഹിച്ചു പോയ അവരുടെ തലവര മാറ്റുന്നൊരു പ്രത്യേക ജന്മമാണ് എൻ്റേതെന്ന്. തൻ്റെ മുന്നിൽ മുഖം പൊത്തി കരഞ്ഞ ലക്ഷ്മിയെ നിറകണ്ണുകളോടെ അമ്മ നോക്കി. തൊട്ടടുത്ത് നിന്ന് അബിയെ നോക്കിയതും നിറഞ്ഞ കണ്ണുകളുമായി അവനൊന്ന് ചിരിച്ചു. ആ ഒരു ചിരിയിൽ ആ മനസ്സിലെ മുഴുവൻ വേദനയും പ്രകടമായി എന്ന് അമ്മുവിന് തോന്നി. ലച്ചു, കരച്ചിൽ നിർത്തിയേ. തട്ടിവിളിയിൽ മുഖം ഉയർത്താതെ വീണ്ടും കരയുന്ന ലക്ഷ്മിയെ കണ്ട് അമ്മുവിന് ദേഷ്യം വന്നു. ലക്ഷ്മിയുടെ പിന്നിയിട്ട നീളൻ മുടി കയ്യിലെടുത്തൊന്ന് വലിച്ചു. എനിക്ക് നൊന്തുട്ടോ അമ്മു. നേരെ അബിയുടെ മുഖത്ത് നോക്കിയതും ലക്ഷ്മിയുടെ വേദന അവൻ്റെ മുഖത്തും പ്രതിഫലിച്ചു എന്ന് തോന്നി. ഞാനെന്താ ഈ മനുഷ്യനോട് പറയേണ്ടത്? സ്നേഹിച്ച സ്വന്തം ചങ്ക് വരെ പറിച്ചു കൊടുക്കുന്നവളാണ് നീയെന്നോ, അതോ പിണങ്ങിയാൽ പല്ലടിച്ച് താഴെയിടുമെന്നോ പറയടി. പിന്നെ നിന്നോട് ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ തമ്മിൽ ഒട്ടും മാച്ചല്ല കേട്ടോ. എല്ലാം കയ്യിൽ നിന്ന് പോയ പോലെ അഭിദയനീയമായി അമ്മുവിനെ നോക്കി. ലക്ഷ്മി അത് കേട്ടതും തല ഉയർത്തി അബിയെ നോക്കി. ഞാൻ അന്നേ അബിയേട്ടനോട് പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ ഒരു മാച്ചുമില്ല എന്ന്. ഡാ സഞ്ജു, ഇവൾ ആങ്ങളയ്ക്ക് പറ്റിയ പെങ്ങൾ തന്നെയാണല്ലോ. പണി എൻ്റെ നെഞ്ചത്താണ്. ഞാൻ സന്യസിക്കാൻ തീരുമാനിച്ചു സഞ്ജു. എന്താ പെട്ടെന്ന്? ഇങ്ങനെ കല്യാണം കഴിച്ച നിത്യകന്യനായി എൻ്റെ ജീവിതം തീരും. ഞാൻ സത്യമല്ലേ അബിയേട്ടാ പറഞ്ഞത്? നിങ്ങളെക്കാൾ നല്ലൊരു ചെറുക്കനെ ലച്ചുവിന് കിട്ടില്ലേ? പിന്നെ ഉറപ്പായും കിട്ടുമോ? നിങ്ങളെന്താ എന്നെ കളിയാക്കുക? അവരെ ദേഷ്യത്തിൽ നോക്കി ലക്ഷ്മി പറഞ്ഞു. സത്യം പറയാലോ ലച്ചു, നിന്റെ ഭർത്താവ് ഓക്കെ തന്നെ, എങ്കിലും പറയണമല്ലോ. പോരെയാൾ? എന്താ അബിയേട്ടന് കുഴപ്പം? അങ്ങനെ ചോദിച്ചാ മൊത്തത്തിലൊരു ജെന്റിൽമാൻ ലുക്കുണ്ട്. പക്ഷെ നിനക്കുണ്ടല്ലോ നിന്റെ പുറകെ നടന്ന ഒരുത്തനില്ലേ, തലമുടിയൊക്കെ കിളിക്കൂട് പോലെയുള്ള. എന്താ അവൻ്റെ പേര്? എനിക്കറിയില്ല. 1 2 ആണെങ്കിലല്ലേ ഓർമ്മ കാണുക. ഇത് കുറേ ഉണ്ടല്ലോ. അതുപോലെ ഒരുത്തനായിരുന്നു വേണ്ടത്. ഇതൊരുമാതിരി ഇൻ ചെയ്ത ഷർട്ടും എനിക്കിഷ്ടമായില്ല. പോട്ടെ, കെട്ടിപ്പോയില്ലേ, അഡ്ജസ്റ്റ് ചെയ്യൂ. അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ മാച്ചല്ല എന്ന്. എത്ര നല്ല ചെറുക്കന്മാർ പുറകെ നടന്നതാണ്, ഒടുവിൽ കെട്ടിയതോ വിധി. അമ്മുവിൻ്റെ പറച്ചിൽ കേട്ട് സഞ്ജുവും അബിയും ചിരിച്ചു. ലക്ഷ്മിയാണെങ്കിൽ കലിപ്പുമൂട് ഓണാണ്. ലച്ചു, കടിക്കല്ലേ, എനിക്ക് വേദനിക്കുന്നു. ശബ്ദം കേട്ട് നോക്കിയതും അമ്മുവിൻ്റെ കയ്യിൽ കടിക്കുന്ന ലക്ഷ്മിയാണ് കണ്ടത്. ഒന്നും മനസ്സിലാവാതെ അബിയും സഞ്ജുവും നോക്കി നിന്നു. നോക്കി നിൽക്കാതെ ഈ വടയക്ഷയെ പിടിച്ചു മാറ്റ്, അല്ലേലുള്ള എൻ്റെ ചോര മുഴുവൻ ഇവൾ കുടിക്കും. എന്താ ലച്ചു കാര്യം? എന്തിനമ്മൂനെ കടിച്ചത്? അവളോട് തന്നെ ചോദിക്ക്. നിനക്കറിയാലോ എൻ്റെ സ്വഭാവം, പിന്നെന്തിനാ നീ? ഞാൻ കരുതി 10 23 വയസ്സായില്ലേ, അതൊക്കെ മാറിക്കാണുമെന്ന്. ഇപ്പോഴൊരു മാറ്റവും ഇല്ല അല്ലേ? ഇല്ല, ഒരു മാറ്റവും ഇല്ല, ഇനി മാറുകയോ ഇല്ല. ഒന്നും മനസ്സിലാവാതെ നിന്ന് അബിയെ നോക്കി അവൾ പറഞ്ഞു. വേറൊന്നുമല്ല, അവളുടെ ഇഷ്ടമുള്ള സാധനങ്ങളെ കുറ്റം പറഞ്ഞാലേ ഈ പിശാച് കടിക്കും. പണ്ടേ അങ്ങനെയാണ്. എത്ര കടി കിട്ടിയതാണെന്നോ ഇപ്പോൾ വീണ്ടും. നിനക്കറിയാം, എന്നിട്ട് നീ എൻ്റെ പറഞ്ഞത് മുഴുവനാക്കാതെ ലക്ഷ്മി അബിയെ നോക്കി. 10,000 ലഡു ഒന്നിച്ച് മനസ്സിൽ പൊട്ടിയ സന്തോഷത്തിൽ അബി ലക്ഷ്മിയെ നോക്കി. എന്തോ ആ നോട്ടം നേരിടാനാവാതെ ലക്ഷ്മി തൻ്റെ മുഖം കുനിച്ചു. ഈശ്വര, ഈ മുഖത്ത് ശൃംഗാരം, എന്താ കഥ! രൗദ്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. നിങ്ങളാൾ കൊള്ളാം. അബിയെ നോക്കി അമ്മു പറഞ്ഞു. അമ്മു, പ്രണയം എന്താണെന്ന് മനസ്സിലാക്കി തന്നത് അബിയേട്ടനാണ്. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് നന്ദിയുള്ളത് നിന്റെ ആങ്ങളയോടാ. ആര്? അപ്പുവോ? അവനാണോ നിങ്ങളുടെ കല്യാണം നടത്തിയത്? പിന്നെ അവൻ ഈ കല്യാണത്തിന് ചെയ്തു തന്ന സംഭാവനയൊന്നും മറക്കാൻ പറ്റില്ല. അവന് ഞാൻ നല്ലൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്, അല്ലേ അബിയേട്ടാ? അതെ, നല്ലൊരു ട്രീറ്റ് തന്നെ കൊടുക്കാനുണ്ട്. ഇനി പറയാമോ എന്താ സംഭവിച്ചത്? എനിക്കറിയേണ്ടത് അതുമാത്രമാണ്. അതോ നിന്നോടെന്താ ഇപ്പം പറയുക? ആ ദിവസം ഓർക്കുമ്പോൾ ഞാൻ അനുഭവിച്ച വേദനകൾ ഒരു നിമിഷമേ ശരീരത്തിൽ ഓടി വരും. ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ലച്ചു ആ ഓർമ്മയിലേക്ക് വീണ്ടും മൂളിയിടാൻ. നീ അത് മറച്ചു വയ്ക്കുന്ന ഓരോ നിമിഷവും ഞാൻ തെറ്റ് ചെയ്തു എന്ന തോന്നൽ കൂടുകയാണ്. പ്ലീസ്, ഇനിയെങ്കിലും ആ പാപക്കറയിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കാമോ? ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. അതെനിക്ക് വിളിച്ചു പറയണം. കാരണം ആ ഒരു കുറ്റബോധം കൊണ്ട് മാത്രം സ്വന്തം ഭർത്താവിനോട് പോലും നീതി പുലർത്താനാവാതെ ഓരോ ദിവസവും നീ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. നമ്മൾ തമ്മിൽ ഒരിക്കലും കാണാനിടയായില്ല എങ്കിൽ ഞാൻ തോറ്റു പോവുക ഈ മനുഷ്യൻ്റെ മുന്നിൽ മാത്രമായിരുന്നു. അബിയേട്ടൻ എന്നെ ചേർത്ത് പിടിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ കൺമുന്നിൽ വരിക ചോരയിൽ കുളിച്ചു കിടന്ന നിന്റെ രൂപമാണ്. ചെയ്തില്ല എങ്കിൽ പോലും ആ കുറ്റബോധം എൻ്റെ ഉള്ളിൽ തലപോകും. നിനക്കൊരു കാര്യം അറിയാമോ?
അമ്മു, സ്വന്തം പ്രാണൻ അവൻ്റെ സ്നേഹം പങ്കിട്ടു തരാൻ അടുത്തു വരുമ്പോൾ അവനെ അകറ്റി നിർത്തുന്ന അവസ്ഥ. വെറും 5 ദിവസം കൊണ്ട് എനിക്ക് സമനില തെറ്റി തുടങ്ങി. പഴയ ലക്ഷ്മി വിശ്വനാഥനായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഞാൻ നിഷ്പ്രയാസം അതിജീവിച്ചേനെ. പക്ഷെ ഞാനിപ്പോൾ അഭിറാം വർമ്മയുടെ ഭാര്യ മാത്രമാണ്. അറിയില്ല എങ്ങനെ അങ്ങനെ മാറിയെന്ന്. ഈ കഴുത്തിൽ താലി കെട്ടുമ്പോൾ കൂടെ ഞാൻ ആഗ്രഹിച്ചത് കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിയാനാണ്. പിന്നീടുള്ള 5 ദിവസങ്ങൾ തിരിച്ചറിവുകളായിരുന്നു. അഭിറാം വർമ്മ എന്ന എൻ്റെ ഭർത്താവിനെ തിരിച്ചറിയൽ. ഇപ്പോഴും നിന്നോട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അഭിയേട്ടനെ ധിക്കരിച്ചാണ്. സോറി അഭിയേട്ട, എനിക്ക് നിങ്ങളെ ധിക്കരിച്ചാണല്ലോ എപ്പോഴും ശീലം. അത് തന്നെ ഇന്നും ചെയ്യുന്നു. സോറി. തൻ്റെ നേരെ അത്രയും പറഞ്ഞ ലക്ഷ്മി അഭി കണ്ണീരോട് നോക്കി. നിന്റെ പുന്നാര ആങ്ങള എനിക്ക് വിധിച്ചൊരു ശിക്ഷയുണ്ട്, നീയും അറിയണം. എന്നിട്ട് നീ തീരുമാനിക്കണം ഞാൻ അങ്ങനെ തീർക്കണോ എൻ്റെ ജീവിതമെന്ന്. നിന്റെ തീരുമാനം എന്തായാലും ഞാൻ അനുസരിക്കും. കാരണം ഞാൻ നിൻ്റെയും അവൻ്റെയും മുന്നിൽ തെറ്റുകാരിയാണല്ലോ. എനിക്കറിയാം നീ നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് തന്നെ ടെൻഷൻ. സോറി. എന്ത് ചെയ്യാം, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഇങ്ങനെ ഉരുകിത്തീരാൻ എനിക്ക് വയ്യടി. ഒപ്പം ഈ മനുഷ്യനെ ഉരുകിപ്പിക്കാനും. പറയാമോ എങ്ങനെ ഞാൻ ജീവിച്ചു തീർക്കണം എൻ്റെ ജീവിതം? അഭിയേട്ടൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മക്കളുടെ അമ്മയുമായി ജീവിക്കണോ? നിന്റെ ആങ്ങള വിധിച്ച പോലെ ഈ വക ഭാഗ്യമൊന്നും അനുവദിക്കാൻ യോഗമില്ലാതെ ഒരിരുട്ട് മുറിയിൽ ജീവിച്ചു തീർക്കണോ ഞാൻ? നിന്നോട് തെറ്റ് ചെയ്തു എന്ന് നിനക്ക് തോന്നിയ, നീ അങ്ങനെ പറഞ്ഞ ഈ നിമിഷം ഈ കഴുത്തിൽ കിടക്കുന്ന താലി നിന്റെ മുന്നിൽ നിന്നഴിച്ച് അഭിയേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആ നിമിഷം ഞാൻ പോവും. നീയും നിന്റെ ആങ്ങളെയും കൂടി എനിക്ക് വിധിച്ച ജീവിതം ജീവിക്കാൻ. പറയാമോ എന്താന്ന് സംഭവിച്ചത്? ലച്ചു, ഞാൻ. അപ്പം നിന്റെ മൗനം എന്നോട് പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തു എന്നാണ്. അപ്പം ഞാൻ അഭിറാം വർമ്മയുടെ ഭാര്യയായിരിക്കാൻ അർഹയല്ല. വിസ്താരം കഴിഞ്ഞില്ലേ? ഇല്ലേ, ഇനി ശിക്ഷയാണ്. ലക്ഷ്മി തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാല ഊരാൻ തുടങ്ങിയതും ഒരുപോലെ 2 പേരുടെ കൈകൾ അവളെ തടഞ്ഞു. താലിമാല ഊരാൻ തനിക്ക് തടസ്സമായ തൻ്റെ പ്രാണന്റെ മുഖത്തേക്ക് ലക്ഷ്മി സങ്കടത്തിൽ നോക്കി. ഒപ്പം തന്നെ തടഞ്ഞ അമ്മുവിനെ ദേഷ്യത്തിലും. ലച്ചു പ്ലീസ്, നിനക്കറിയില്ലേ നീ ഇല്ലെങ്കിൽ ഞാൻ. നീ എനിക്ക് നല്ലൊരു ഭാര്യയും എൻ്റെ മക്കളുടെ അമ്മയും ഒന്നും ആവേണ്ട. ഒപ്പമുണ്ടായാൽ മാത്രം മതി. ഒരു ഭർത്താവിൻ്റെ ഒരു വിധ ആവശ്യവും പറഞ്ഞ് ഞാൻ നിന്നെ സമീപിക്കില്ല. നിന്റെ അനുവാദമില്ലാതെ നിന്നെ തൊടുക പോലുമില്ല. പക്ഷെ നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ അറിയാലോ എൻ്റെ അവസ്ഥ. തൻ്റെ മുന്നിൽ നിന്ന് അഭിയുടെ അവസ്ഥ അവൾക്ക് സങ്കടം തോന്നി. എങ്കിൽ കൂടിയും അവൻ പറഞ്ഞ വാക്കുകൾ അവൾക്ക് ദേഷ്യം തോന്നി. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചത്? പെട്ടെന്നുണ്ടായ അവളുടെ ഭാവമാറ്റം അഭിയിൽ ഒരു ഞെട്ടലുണ്ടാക്കി. പറ അഭിയേട്ടാ, ഇതൊന്നും നിങ്ങൾ ആഗ്രഹിച്ചില്ല എങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? പ്ലീസ് ലച്ചു, ഇതൊന്നും ഇവിടെ വെച്ച് സംസാരിക്കേണ്ട വിഷയമല്ല. ഇതൊരു ഹോസ്പിറ്റലല്ലേ. വാ, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. വേണ്ട, ഇനി ഞാൻ നിങ്ങളുടെ ഒപ്പം വരണമെങ്കിൽ ഇവൾ തിരുവാ തുറന്ന് പറയണം സത്യം എന്താണെന്ന്. നീ വരണ്ട. നിന്നെ ഇത്രയും സ്നേഹിക്കുന്ന എന്നേക്കാൾ ഇവരോടുള്ള വാശിയാണ് വലുതെങ്കിൽ നിന്റെ ഇഷ്ടം. നിന്റെ ജീവിതം നിനക്ക് തീരുമാനിക്കാൻ അവകാശമുള്ളതുപോലെ ഞാൻ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. അഭി, നീ എന്തൊക്കെയായി പറയുന്നത്? സഞ്ജുവിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയായി അഭി ദയനീയമായി അവനെ നോക്കി. പറ ലക്ഷ്മി, ഞാൻ മരിക്കണോ അതോ ജീവിക്കണോ? നീ അമ്മുവിനോട് ചോദിച്ച പോലെ ഇപ്പം ഞാൻ നിന്നോട് ചോദിക്കുന്നു. പറയടി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്? പെട്ടെന്നുള്ള അഭിയുടെ ചോദ്യത്തിൽ ലക്ഷ്മി പേടിയോടെ അവനെ നോക്കി. സഞ്ജു ആണെങ്കിൽ ദേഷ്യത്തിൽ ചുരുട്ടി പിടിച്ച അഭിയുടെ കയ്യിലേക്ക് മുഖത്തേക്ക് മാറി മാറി നോക്കി. ഇതിനൊക്കെ ഇടയിൽ താൻ അനുഭവിച്ച ഭൂതകാലത്തിൻ്റെ നീറുന്ന ഓർമ്മയിലേക്ക് തിരിച്ചു പോവാൻ ആഗ്രഹിക്കാതെ അമ്മു സ്തംഭിച്ചിരുന്നു. പറ ലക്ഷ്മി, എന്താ നിന്റെ തീരുമാനം? അഭിയേട്ടന് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. മരിക്കാൻ തീരുമാനിച്ച എനിക്കൊരു ഉപകാരം ചെയ്യണം. മരിക്കുന്നതിന് മുന്നേ ഈ ലോകത്തോട് നിങ്ങൾ തന്നെ വിളിച്ചു പറയണം, അഭിറാം വർമ്മ എന്ന നിങ്ങളുടെ മരണത്തിന് ഒരേ ഒരു കാരണമുള്ളൂ, അത് നിങ്ങളുടെ ഭാര്യയായ ഞാനാണെന്ന്.